നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദിയിൽ ഇന്ന് 38 കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. 2057 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 38 കോവിഡ് കേസുകളും 32 രോഗമുക്തിയും 1 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 5,49,556 രോഗമുക്തി നേടിയവർ 5,38,672 മരണസംഖ്യ 8,827 2057 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇതിൽ 50 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 14, ജിദ്ദയിൽ 7, മക്കയിലും മദീനയിലും 4 വീതവും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 244, റിയാദിൽ 142, മക്കയിൽ 102 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. മറ്റു നഗരങ്ങളിലെല്ലാം ആക്റ്റീവ് കേസുകൾ 100-ൽ താഴെയാണ്. 4,71,37,042 ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു. 3,35,365 പേർ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു. 24 ജിദ്ദ. ഖത്തറിൽ ഇന്ന് 147 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിടെ 176 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തതായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 120 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 27 പേർ യാത്രക്കാരാണ്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,39,888 രാജ്യത്ത് ഇന്ന് കോവിഡ് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 611 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. രാജ്യത്ത് നിലവിൽ 1,876 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്ന് 18 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 86 പേരാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 7,558 ഡോസ് വാക്സിൻ കൂടി നൽകി. വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 49,29,613 ഡോസ് വാക്സിനുകളാണ് ഖത്തറിൽ വിതരണം ചെയ്തതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. ഖത്തറിൽ കോവിഡ് വാക്സിൻ 2ാം ഡോസ് എടുത്ത് 1 വർഷത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് എടുത്തില്ലെങ്കിൽ ഇഹ്തിറാസ് ആപ്പിലെ ഗോൾഡൻ ഫ്രെയിം മായും. ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസഫ് അൽ മസ്ലമാനിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തറിൽ കോവിഡ് വാക്സിൻ എടുത്തതിനുള്ള തെളിവാണ് ഇഹ്തിറാസ് ആപ്പിലെ ഗോൾഡൻ ഫ്രെയിം. വാക്സിനേഷൻ പൂർത്തിയാക്കി 6 മാസം കഴിഞ്ഞവർക്ക് ഖത്തറിൽ ബൂസ്റ്റർ ഡോസ് നൽകി തുടങ്ങിയിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞിട്ടും ബൂസ്റ്റർ ഡോസ് എടുത്തില്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വാക്സിനേഷൻ പൂർത്തീകരിച്ച് 6 മാസം കഴിയുന്നതോടെ പ്രതിരോധശേഷി കുറയുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്ത് 6 മാസം കഴിഞ്ഞവർ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്നും അൽ മസ്ലമാനി പറഞ്ഞു. നിലവിൽ ഖത്തർ കോവിഡുമായി ബന്ധപ്പെട്ട യാത്രാ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ ഏത് സമയത്തും അത് മാറാമെന്നും മുൻകൂട്ടി അറിയിച്ച ശേഷം മാത്രമേ മാറ്റം വരുത്തൂ എന്നും അൽ മസ്ലമാനി വ്യക്തമാക്കി. സക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 6 മാസത്തിലധികമായി കുവൈറ്റിന് പുറത്തു കഴിയുന്ന പ്രവാസികളുടെ താമസരേഖ ഓൺലൈൻ വഴി പുതുക്കുന്നത് തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിന് പുറത്തു കഴിയുന്നവർ താമസരേഖ പുതുക്കുന്നതിന് പ്രത്യേക അനുമതി വാങ്ങണമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 6 മാസത്തിലധികമായി കുവൈറ്റിന് പുറത്തു കഴിയുന്ന പ്രവാസികളുടെ താമസരേഖ റദ്ദ് ചെയ്യുന്ന കാര്യം തൽക്കാലം പരിഗണനയില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതോടൊപ്പം ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓൺലൈൻ വഴി താമസരേഖ പുതുക്കുന്നത് തുടരാമെന്നും ഇത് നിർത്തലാക്കുന്നത് സംബന്ധിച്ച് പുതിയ നിയമങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. സാധുവായ പാസ്പോർട്ടുള്ളവർക്ക് കുവൈറ്റിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ താമസരേഖ പുതുക്കാവുന്നതാണ്. നിലവിൽ രാജ്യത്തിന് പുറത്തു കഴിയുന്നവരിൽ ഭൂരിഭാഗവും കുടുംബ വിസയിലുള്ളവരുമാണ്. 6 മാസത്തിലേറെയായി കുവൈറ്റിന് പുറത്തു കഴിയുന്നവർ താമസരേഖ പുതുക്കുന്നതിന് പ്രത്യേക അനുമതി വാങ്ങണമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയത്. അതോടൊപ്പം ഏതൊരു പുതിയ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് ആവശ്യമായ സമയം അനുവദിക്കുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. 24 കുവൈറ്റ്.
ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ സബ കുവൈറ്റ് പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായി. ഉപ അമീർ ഷെയ്ഖ് മിഷാൽ അൽ ഹമദ് അൽ സബ ആണ് നിയമനം സംബന്ധിച്ച അമീറി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുതിയ മന്ത്രിസഭ രൂപീകരിക്കപ്പെടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രിസഭാംഗങ്ങളുടെ പട്ടിക സമർപ്പിക്കുവാനും ഉത്തരവിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2019 നവംബർ 19 ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ സബ ആദ്യമായി കുവൈറ്റ് പ്രധാനമന്ത്രിയായി നിയമിതനായത്. 2 വർഷത്തിനിടയിൽ ഇത് 4ാം തവണയാണ് 68-കാരനായ അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിൽ എത്തുന്നത്. കുവൈത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിയമലംഘകരായ 572 പേരെ നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു. നവംബർ 17 മുതൽ 23 വരെയുള്ള കണക്കുകളാണിത്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമർ അൽ സബ അൽ സലീം അൽ സബയുടെ ഉത്തരവനുസരിച്ച് മന്ത്രാലയ അണ്ടർ സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചതെന്ന് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ജനറൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധനകൾ ഉണ്ടായിരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ വിദേശികളുടെ റെസിഡന്റ് പെർമിറ്റ് 3 മാസത്തേക്ക് പുതുക്കി നൽകാൻ ആരംഭിച്ചു. 1 വർഷത്തെ ഫീസ് അടച്ച് ഇഖാമ പുതുക്കുന്നത് കൂടുതൽ തൊഴിലാളികൾക്കുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ നടപടി. ലെവി ഉൾപ്പെടെ 1 വർഷത്തെ ഫീസ് അടച്ച ഇഖാമ പുതുക്കുന്നത് തൊഴിലുടമകൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. നിശ്ചിത ശതമാനം സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാത്ത സ്ഥാപനങ്ങളിൽ ഒരു വിദേശ തൊഴിലാളിക്ക് 800 റിയാൽ പ്രതിമാസം ലെവി അടയ്ക്കണം. 1 വർഷത്തേക്ക് താമസാനുമതി രേഖയായ ഇഖാമ പുതുക്കുന്നതിന് 9600 റിയാൽ ലെവി ഇനത്തിൽ ആവശ്യമാണ്. ഇതിനു പുറമെയാണ് ഇഖാമ ഫീസ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവ. ഈ സാഹചര്യത്തിലാണ് 3 മാസം വീതം ലെവി അടച്ച ഇഖാമ പുതുക്കി നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം ഇതു സംബന്ധിച്ച മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആശ്രിത വിസയിലുള്ള വിദേശികളുടെ കുടുംബാംഗങ്ങളുടെ ഇഖാമയും 3 മാസം വീതം പുതുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. ഖത്തറിലെ സ്വകാര്യ സ്കൂളിലെ ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് അധ്യാപിക ഗുളിക നൽകിയ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ അധ്യാപികയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായും മന്ത്രാലയം അറിയിച്ചു. രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടി സ്കൂൾ നഴ്സിന് മാത്രമേ വിദ്യാർത്ഥികൾക്ക് മരുന്ന് നൽകാൻ അനുമതിയുള്ളൂ എന്ന നിയമം ലംഘിച്ചതിനാണ് അധ്യാപികയെ പിരിച്ചുവിട്ടത്. അധ്യാപിക, സ്കൂൾ അധികൃതർ, വിദ്യാർത്ഥികൾ, മരുന്ന് കഴിച്ച കുട്ടികൾ എന്നിവരിൽ നിന്നും മൊഴിയെടുത്തതായി മന്ത്രാലയം അറിയിച്ചു. ഇത് ആദ്യത്തെ സംഭവമാണെന്ന് എല്ലാവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്വേഷണ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. ഗുളികകൾ ലബോറട്ടറിയിൽ പരിശോധനാ വിധേയമാക്കിയെന്നും ലഹരി വസ്തുക്കളോ മറ്റു നിരോധിത വസ്തുക്കളോ ഗുളികയിൽ ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് ട്വിറ്റർ വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ഗുളിക നൽകിയ സംഭവം വെളിപ്പെടുത്തിയത്. കുട്ടികളുടെ പരീക്ഷാ പേടി അകറ്റാനെന്ന പേരിൽ ഖത്തറിലെ ഒരു സ്വകാര്യ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് ഗുളികകൾ നൽകി എന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്നാണ് മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചത്. ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ ആധികാരികത അറിയാനും അന്വേഷണം ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയവുമായി നേരിട്ട് ബന്ധപ്പെടണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടു. ജക്കറിയ സലാഹുദ്ദീൻ, 24, ദോഹ. ഇനി കാണാം ദുബായ് എക്സ്പോ വിശേഷങ്ങൾ. എക്സ്പോ ദുബായ് 2020 ഇന്ത്യൻ പവലിയനിൽ മഹാരാഷ്ട്ര വാരത്തിന് തുടക്കമായി. മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി സുഭാഷ് ദേശായി ഉദ്ഘാടനം നിർവഹിച്ചു. മജസ്റ്റിക് മഹാരാഷ്ട്ര എന്ന തലക്കെട്ടിലാണ് സംസ്ഥാനത്തിന്റെ പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഹെൽത്ത് ടൂറിസം അടക്കമുള്ള മേഖലകളിൽ സംസ്ഥാനത്തിന്റെ സാന്നിധ്യം ലോകത്തിന് പരിചയപ്പെടുത്താൻ സംസ്ഥാനം ഈ അവസരം വിനിയോഗിക്കും. എക്സ്പോയിലെ ഇന്ത്യൻ പവലിയനിൽ മഹാരാഷ്ട്ര വാരാചരണം നടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വൈവിധ്യങ്ങൾ കോർത്തിണക്കിയ പ്രദർശനവും സെമിനാറുകളും പവലിയനിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി സുഭാഷ് ദേശായിയാണ് വാരാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ ടൂറിസം മന്ത്രി അതിഥി തത്കരെ, മെഡിക്കൽ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രി അമിത് വി ദേശ്മുഖ്, ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻ പുരി എന്നിവരടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എഞ്ചിനാണ് മഹാരാഷ്ട്ര എന്നും എക്സ്പോയിൽ ഏറെ നിക്ഷേപ അവസരങ്ങൾ സംസ്ഥാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഉദ്ഘാടന ചടങ്ങിൽ മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി സുഭാഷ് ദേശായി പറഞ്ഞു. വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിൽ നാടോടി നർത്തകരുടെ പ്രകടനങ്ങളും അരങ്ങേറിയിരുന്നു. മജസ്റ്റിക് മഹാരാഷ്ട്ര എന്ന തലക്കെട്ടിലാണ് സംസ്ഥാനത്തിന്റെ പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്.
മഹാരാഷ്ട്രയുടെ വ്യാവസായിക സാമ്പത്തിക ശക്തിയും തലസ്ഥാനമായ മുംബൈയിലെ സാധ്യതകളും അടുത്ത 2 ആഴ്ചയിലെ പ്രദർശനത്തിലുണ്ടാകും. വലിയ പ്രതീക്ഷയോടെയാണ് എക്സ്പോയെ നോക്കിക്കാണുന്നത് എന്ന് ടൂറിസം മന്ത്രി അദിതി തത്കരെ പറഞ്ഞു. Dubai Expo has given us an opportunity to come together, explore and experience the kind of vision every nation has. We got to know the past, present and a little glimpse of future of how the world is going to be and what are going to be the focus points. So it's been a wonderful experience. വിവിധ വകുപ്പുകളുടെ പ്രദർശനം എക്സ്പോയിൽ എത്തുന്ന സന്ദർശകർക്ക് സംസ്ഥാനത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം ലഭിക്കാനും ഒപ്പം സാധ്യതകളെ അടുത്തറിയാനും സാധിക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ വകുപ്പുകൾക്കും തങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അപൂർവ അവസരമായാണ് കാണുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. We have got this opportunity of exhibiting for good 2 weeks. It's going to be 15 days where Maharashtra, each department of Maharashtra will be able to exhibit whatever they have been, trying to nurture from such a long time. And obviously, like other pavilions, we also will get a chance to give a glimpse of past, present and what future holds for us, or what kind of vision as the government of Maharashtra we have. The best part about Maharashtrian Pavilion is that we are trying to focus on all the other sectors, not only limited to one. So if you notice in the pavilion, we have industry, we have tourism, we have women empowerment, then we have agriculture sector, which is one of the most important sectors. We have medical education. So we are trying to focus on different aspects and how collectively they are going to create what we desire to. സ്ത്രീ ശാക്തീകരണത്തിന്റെ മികച്ച ഉദാഹരണമാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. സ്വയം പര്യാപ്തതയിലേക്ക് സ്ത്രീകളെ നയിക്കുന്നതിന്റെ കാഴ്ചയും വകുപ്പിന്റെ പ്രതീക്ഷയും പവലിയനിൽ ഉദ്യോഗസ്ഥർ സന്ദർശകർക്കായി വിവരിച്ച് നൽകും. സ്ത്രീകൾ സ്വയം ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. Our department supports around 1.4 lakh self-help groups throughout Maharashtra and which supports and helps the around 16 lakh self-help group women which are mainly from the marginalized and rural areas and tribal areas, and we also have the urban specific self-help group as well. So our department's main motive is how can we support them through backward link, how can we improve their linkages for the self-help group products, like backward linkages, like capacity building, then providing them the fertilizers and everything for all products. Apart from that, we also look for the forward linkages, like how can we provide them a market at all levels, at the state level, national level and also international level. So here we are showcasing their products because we are looking for the international collaboration. ടൂറിസം രംഗത്തെ വലിയ സാധ്യതകളെ ലോകത്തിന് പരിചയപ്പെടുത്താനും അധികൃതർ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഹെൽത്ത് ടൂറിസം അടക്കമുള്ള മേഖലകളിൽ സംസ്ഥാനത്തിന്റെ സാന്നിധ്യം ലോകത്തിന് പരിചയപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ നിരവധി കരാറുകൾക്കും കൂട്ടായ്മകൾക്കും സംയുക്ത സംരംഭങ്ങൾക്കും വാരാചരണത്തിൽ അവസരമൊരുങ്ങും. നിരവധി ചർച്ചകൾ, സെമിനാറുകൾ തുടങ്ങിയവയും ഇവിടെ അരങ്ങേറുമെന്നും വിദ്യാഭ്യാസ സാങ്കേതിക വിദഗ്ധർ, ഗവേഷക വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ പ്രദർശനത്തിന് പരിപാടിക്ക് ഒരുങ്ങി സൗദി അറേബ്യ. ലോകമെമ്പാടുമുള്ള വൻകിട സംരംഭകർ പങ്കെടുക്കുന്ന പരിപാടി ഫെബ്രുവരിയിൽ റിയാദിൽ വെച്ചായിരിക്കും നടക്കുക. ആഗോള സാങ്കേതിക സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ പ്രദർശന പരിപാടിക്കൊരുങ്ങുകയാണ് സൗദി അറേബ്യ. കാസ്പസ്കി സിഇഒയും സഹസ്ഥാപകനുമായ യൂജിൻ കാസ്പസ്കി ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള വൻകിട സംരംഭകർ പങ്കെടുക്കുന്ന പരിപാടി അടുത്ത ഫെബ്രുവരിയിൽ റിയാദിൽ വെച്ചായിരിക്കും നടക്കുക. സർക്കാർ, ബിസിനസ് സംരംഭകർ, നിക്ഷേപകർ എന്നിവരെ ഏകോപിപ്പിക്കുന്ന നവീന സാങ്കേതിക വിദ്യകളുടെ ആഗോള പ്ലാറ്റ്ഫോമായി പരിപാടിയെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. 700-ലധികം വളർന്നുവരുന്ന ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ അവരുടെ പരിഹാരങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കും. ആഗോള ടെക്നോളജി ഭീമന്മാർ പ്രതീക്ഷയർപ്പിക്കുന്ന ഈ മേഖലയിലെ ഏറ്റവും വലിയ ഈവന്റുകളിൽ ഒന്നായി മാറും ഈ പരിപാടി. സുബൈർ ഉദ്രൂർ, 24, ദമാം. സാധാരണക്കാരായ പ്രവാസികളെ ചേർത്തുപിടിച്ച എഴുത്തുകാരനാണ് വിടപറഞ്ഞ മാധ്യമപ്രവർത്തകൻ KU ഇഖ്ബാൽ എന്ന് സംവിധായകൻ കമൽ. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കമൽ.
ഒന്നര പതിറ്റാണ്ടിലധികം സൗദിയിൽ മാധ്യമപ്രവർത്തകനായിരുന്ന KU ഇക്ബാൽ പ്രവാസികളുടെ നൊമ്പരങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിച്ച എഴുത്തുകാരനാണെന്ന് കമൽ പറഞ്ഞു. ഇക്ബാൽ രചന നിർവഹിച്ച ഗദ്ദാമ സിനിമയിലേക്ക് നയിച്ച സംഭവങ്ങളും അദ്ദേഹം അനുസ്മരിച്ചു. പ്രവാസത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടുമുട്ടിയിട്ടുള്ള നിരവധി മനുഷ്യരെ കുറിച്ചായിരുന്നു. പ്രഗത്ഭരായ അല്ലെങ്കിൽ പ്രശസ്തരായവരെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തിയവരെ കുറിച്ചല്ല, പ്രവാസികളായ സാധാരണക്കാരായ ഒരുപക്ഷെ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ, പ്രവാസികളുടെ ദുഃഖങ്ങളുടെയും അവരുടെ ആത്മനൊമ്പരങ്ങളുടെയും ഒരുപിടി കഥകൾ ആ യാത്രയിലുടനീളം ഇക്ബാൽ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഈ ഗദ്ദാമവരെ കുറിച്ച്. പക്ഷെ അന്ന് അദ്ദേഹം അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇക്ബാൽ ഭാഷാഭൂഷണിയിൽ ഗദ്ദാമ എന്ന ഒരു ഫീച്ചർ എഴുതുന്നത്. ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ എംബസിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ ശ്രദ്ധേയമായ പങ്കാണ് KU ഇക്ബാൽ നിർവഹിച്ചതെന്ന് റിയാദ് എംബസി മുൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനും ഇപ്പോഴത്തെ കുവൈത്ത് സ്ഥാനപതിയുമായ സിബി ജോർജ് പറഞ്ഞു. എംബസിയോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിന്നുകൊണ്ടാണ് റിയാദ് മീഡിയ ഫോറം പ്രവർത്തിച്ചത്. അതിലെ ഓരോ അംഗങ്ങളും എംബസിയിൽ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റിയോട് ചേർന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങളും എല്ലാം പിറ്റേ ദിവസം റിയാദിലെയും സൗദിയിലെയും ഓരോ കോർണറിലും എത്തിക്കുന്നതില് റിയാദ് മീഡിയ ഫോറം അംഗങ്ങളും അതില് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇക്ബാലും പ്രവർത്തിക്കുകയുണ്ടായി. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഓരോരുത്തരുടെയും പ്രശ്നങ്ങള് ഇന്ത്യൻ എംബസിയുടെ മുന്നിൽ കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്നു ഇക്ബാൽ എന്ന് ഞാൻ ഓർക്കുന്നു. അഷ്റഫ് വേങ്ങാട്ട അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. ഓൺലൈനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സുലൈമാൻ ഊരകം അധ്യക്ഷത വഹിച്ചു. ഉബൈദ് എടവണ്ണ, ഷിബു ഉസ്മാൻ, ഷംനാഥ് കരുനാഗപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. 24 റിയാദ്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സംരക്ഷണം സർക്കാർ നയങ്ങൾ മൂലം തടയപ്പെടുന്നത് നീതി നിഷേധമാണെന്ന് അൽക്കോബാർ KMC സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് അഭിപ്രായപ്പെട്ടു. വഖഫ് സ്വത്തുക്കളുടെ പരിപാലകരെ നിയമിക്കുന്നതിൽ കേരളത്തിൽ മാത്രം പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനം നടപ്പാക്കിയ ഇടത് സർക്കാർ നിലപാട് മതസ്വാതന്ത്ര്യമെന്ന മതേതര ഇന്ത്യയിലെ ഭരണഘടനാപരമായ അടിസ്ഥാന മൂല്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇതിനെതിരെ യോജിച്ച് ജനാധിപത്യ പ്രതിഷേധം ഉണ്ടാകണമെന്നും ടേബിൾ ടോക്ക് അഭിപ്രായപ്പെട്ടു. KMCC ബഹ്റൈൻ സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നടക്കും. 24-ന് വൈകുന്നേരം 6:30 പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ചടങ്ങിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സോഫ്റ്റ് ഓപ്പണിംഗ് നടത്തി ഓഫീസ് തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിലും കോവിഡ് പ്രതിസന്ധിയിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടത്താൻ സാധിച്ചിരുന്നില്ല. 4.5 പതിറ്റാണ്ടിലേറെയുള്ള യാത്രയിൽ ബഹ്റിൻ KMCCയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ബഹ്റിനിലെ ഈ ഓഫീസ്. കാരണം മനാമ ബസ് സ്റ്റാൻഡിന് സമീപം ഷെയ്ഖ് റാഷിദ് ബിൽഡിംഗിൽ ഒരുക്കിയ ഈ ഓഫീസ് ഗൾഫ് മേഖലയിലെ തന്നെ KMCCയുടെ ഏറ്റവും വലിയ ഓഫീസ് കൂടിയാണ്. 6500 സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഓഫീസിൽ ഓരോ ജില്ലാ കമ്മിറ്റികൾക്കും CH സെന്ററിനും പ്രത്യേകം ഓഫീസും പൊതുപരിപാടികൾക്കായി 2 ഹാളുകളും ലൈബ്രറിയും പ്രാർത്ഥനാ ഹാളും പ്രത്യേക കോൺഫറൻസ് ഹാളുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സംഘശക്തിയുടെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും കരുതലിൽ പിറന്ന ഈ ആസ്ഥാന മന്ദിരം ഓരോ KMCC പ്രവർത്തകന്റെയും വിയർപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായാണ് യാഥാർത്ഥ്യമായത് എന്നും ഇതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പിന്തുണ നൽകിയ ഒരുപാട് ആളുകളുണ്ടെന്നും മുന്നോട്ടുള്ള യാത്രയിലും അവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ടായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നും KMCC ബഹ്റിൻ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഗഫൂർ കൈപ്പമംഗലം, ഷാഫി പാറക്കട്ട എന്നിവർ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. നവംബർ 17 മുതൽ 21 വരെ ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന ബഹ്റൈൻ ഇന്റർനാഷണൽ സീരീസ് 2021 സമാപിച്ചു. ടൂർണമെന്റിൽ 23 രാജ്യങ്ങളിൽ നിന്നും 207 താരങ്ങളാണ് പങ്കെടുത്തത്. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ, ബാഡ്മിൻ്റൺ ഏഷ്യ, ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കീഴിലുള്ള ബാഡ്മിൻ്റൺ ആൻഡ് സ്ക്വാഷ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ 5 ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റിൽ നിരവധി അന്താരാഷ്ട്ര താരങ്ങളും പങ്കെടുത്തു. 21-ാം തീയതി നടന്ന ഫൈനൽ റൗണ്ടിൽ ഇന്തോനേഷ്യ, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കളിക്കാർ മിക്സഡ് ഡബിൾസ്, മെൻസ് വിമൺസ് സിംഗിൾസ്, വിമൺസ് ഡബിൾസ്, മെൻസ് ഡബിൾസ് തുടങ്ങിയ 5 വിഭാഗങ്ങളിൽ തീപാറുന്ന മത്സരങ്ങളാണ് കാഴ്ചവെച്ചത്. ഇന്ത്യൻ താരങ്ങളായ സതീഷ് കുമാർ കരുനാഗർ, അനുപമ ഉപാധ്യായ എന്നിവർ സിംഗിൾസ്
സിംഗിൾസ്, മെൻസ്, വിമൻസ് വിഭാഗത്തിൽ മത്സരിച്ചെങ്കിലും സെമി ഫൈനൽ വരെ മാത്രമേ എത്താൻ സാധിച്ചുള്ളൂ എന്നുള്ളത് ഇന്ത്യൻ ആരാധകരെ നിരാശരമാക്കിയിട്ടുണ്ട്. ടൂർണമെന്റിലെ ജേതാക്കൾക്ക് ഭാരവാഹികൾ മൊമെന്റോ നൽകി ആദരിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് KM ചെറിയാൻ, ജനറൽ സെക്രട്ടറി സതീഷ് ഗോപിനാഥൻ, ബാഡ്മിന്റൺ സെക്രട്ടറി ജുനൈദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റ് ഡയറക്ടർ സുനീഷ് കല്ലിങ്കൽ, ചീഫ് കോർഡിനേറ്റർ അരുണാചലം, കോർഡിനേറ്റർ സുവിൻ ഡേവിസ് എന്നിവർ സന്നിഹിതരായി. ഇന്ത്യൻ ക്ലബ് മുൻ പ്രസിഡന്റ് സ്റ്റാലിൻ ജോസഫ്, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, അൽഹിലാൽ ഹോസ്പിറ്റൽ CEO ഡോക്ടർ ശരത് തുടങ്ങിയവർ ഉൾപ്പെടുന്ന നിരവധി പ്രമുഖരും അതിഥികളായും എത്തി. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. വാർത്തകളിലേക്ക് തിരികെ. പേരൂർക്കട ദത്ത് വിവാദത്തിൽ കുഞ്ഞ് അനുപമയുടേതെന്ന് സ്ഥിരീകരിച്ചു. DNA പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടത്തിയ DNA പരിശോധനയിലാണ് കുഞ്ഞ് അനുപമയുടേതെന്ന് തെളിഞ്ഞത്. DNA റിപ്പോർട്ട് CWCക്ക് കൈമാറി. പരിശോധനാ ഫലം അറിഞ്ഞതിന് പിന്നാലെ സമരപ്പന്തലിൽ മധുരവിതരണം നടത്തി. KK രമ MLA സമരപ്പന്തലിലെത്തി അനുപമയെ കണ്ടു. CWC അനുമതി നൽകിയതിനെ തുടർന്ന് അനുപമയും അജിത്തും നിർമ്മല ശിശുഭവനിലെത്തി കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ കണ്ടായിരുന്നു. കുഞ്ഞ് ഓക്കെയാണ്, ഫൈനാണ്. അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. കുഞ്ഞിനെ കണ്ടു, ഹാപ്പിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതിന്റെ കുറച്ച് കേസിൽ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായതായും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആന്ധ്രയിലെ ദമ്പതികൾക്ക് മുൻഗണന നൽകണമെന്ന കേന്ദ്ര അഡോപ്ഷൻ ഏജൻസിയെ സർക്കാർ അറിയിച്ചു. ഈ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച് കാരായിലൂടെ രജിസ്റ്റർ ചെയ്ത് വന്ന അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു മുൻഗണന നഷ്ടപ്പെടും. ചിലപ്പോൾ അവർക്ക് ഇനി ഒരു അവസരം കിട്ടാതെയും വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സംസ്ഥാനം തന്നെ ഇടപെട്ടുകൊണ്ട് കാരായിലോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 30-ന് വഞ്ചിയൂർ കുടുംബ കോടതി കേസ് പരിഗണിക്കും. കോടതി നടപടികൾ പൂർത്തിയാക്കിയായിരിക്കും കുഞ്ഞിനെ അനുപമയ്ക്ക് നൽകുക. 24 തിരുവനന്തപുരം. ഇതോടെ ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. നമസ്കാരം.